മറ്റു വാർത്തകളിലേക്കാണ്. അർഹതപ്പെട്ട ജോലിക്കായുള്ള സമരം ഓണക്കാലത്തും തുടരുകയാണ് ഉദ്യോഗാർത്ഥികൾ. PSC ഡ്രൈവേഴ്സ് റാങ്ക് ഹോൾഡേഴ്സിനാണ് അനിശ്ചിതകാല സമരമിരിക്കുന്നത്. ഓണനാളുകളിലെങ്കിലും സർക്കാരിന്റെ കണ്ണ് തുറക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചിട്ടും ജോലി ലഭിക്കാതെ സെക്രട്ടറി പടിക്കൽ സമരമിരിക്കുകയാണ് PSC ഡ്രൈവറും ഓഫീസ് അസിസ്റ്റന്റ് റാങ്ക് ഹോൾഡേഴ്സും. സൂചനാ സമരത്തിന് പിന്നാലെ നിയമനത്തിനായി ഓണനാളുകളിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ്. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 3 വർഷം വരെ ആയിട്ടും വാഹനം ഇല്ലെന്ന പേരിൽ നിയമനം വൈകിപ്പിക്കുന്നുവെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് സർക്കാർ ഒന്ന് പറഞ്ഞു തരണം. എല്ലാവരും ഇപ്പോൾ ഇവിടെ ഓണാഘോഷിക്കുകയാണ്. ഞങ്ങളുടെ ഓണം ഇതാണ് ഞങ്ങളുടെ അത്തപ്പൂക്കളം. ഞങ്ങൾക്ക് PSCയിൽ അർഹരായതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ ലിസ്റ്റിൽ വന്നത്. പക്ഷേ ലിസ്റ്റ് വന്നിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് നിയമനമില്ല. മുഖ്യമന്ത്രി സാറ് പറഞ്ഞ പോലെ 3 ആഴ്ചക്കകത്ത് വേക്കൻസി റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ മാത്രം അതിന് ഒരു തീരുമാനവും ഇന്നേ വരെ ആയിട്ടില്ല. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 3 വർഷമായിട്ടും നിയമനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. ജില്ലാ അടിസ്ഥാനത്തിലുള്ള പല ലിസ്റ്റുകളുടെയും കാലാവധി സെപ്റ്റംബർ 18 കഴിയും. അതിനു മുമ്പ് നിയമനം വേണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഞങ്ങളെല്ലാം 100 റാങ്കിനകത്തുള്ള ആൾക്കാരാണ് ഇതിനകത്ത് എല്ലാം വന്നിട്ടുള്ളത്. ഓരോ ജില്ലയിലും 30% താഴെ മാത്രമാണ് ഡ്രൈവർ നിയമനം നടന്നിട്ടുള്ളത്. കാരണം 2023 ഒരു വിവാദ സർക്കുലറാണ് ഇതിന് പ്രധാന കാരണം. സർക്കുലർ പ്രകാരം വാഹനമില്ലാത്ത കാര്യാലയങ്ങളിലെ ഒഴിവ് റിപ്പോർട്ട് ചെയ്യേണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയുമ്പോൾ അവിടെ ഒരു വാഹനം മേടിച്ചാൽ ഞങ്ങൾക്ക് ആ ഒഴിവ് പോവേയില്ലേ? അത് മാത്രമേ ഞങ്ങൾ സർക്കാരിനോട് ചോദിക്കുന്നുള്ളൂ. ഇടുക്കി ജില്ലയിലെ കയ്യേറ്റ ഒഴിപ്പിക്കൽ ഉൾപ്പെടെ സർക്കാർ പ്രവർത്തനത്തെ പോലും ബാധിച്ചിട്ടും വാഹനങ്ങൾ ഓടിക്കാൻ സ്ഥിരം ഡ്രൈവർമാരെ നിയമിക്കുന്നില്ല. പകരം താൽക്കാലിക ഡ്രൈവർമാർക്ക് സർക്കാർ ശമ്പളം നൽകുകയാണ്. പഠിച്ച് റാങ്ക് പട്ടികയിൽ ഇടം നേടിയവർ പുറത്തു നിൽക്കുകയാണ്. വിവിധ വകുപ്പുകൾക്കായി പുതിയ വാഹനങ്ങൾ വന്നിട്ടും ഇതിലേക്ക് ഡ്രൈവർമാരെ നിയമിക്കാത്തതിൽ വാഹനങ്ങൾ പലതും സർക്കാർ ഓഫീസുകൾ മുന്നിൽ കിടക്കുകയാണ്. ജനം, തിരുവനന്തപുരം.